അപ്പോൾ ഈ 2 മാസം കൊണ്ട് ഈ കാരിത്താസിൽ ചികിത്സ കൊണ്ട് മോളെ തിരിച്ച് കിട്ടി ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ ആ അടയാളം ചെറുത് ഉണ്ട്, അത് ഈ അടയാളം അടക്കം ഡോക്ടർ മാറ്റി തരാമെന്ന് ഗ്യാരണ്ടി പറഞ്ഞു. ഇത് ഇന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മോള് ഒരു കുഴപ്പമില്ലാതെ നല്ല ഇതായിട്ട് കിട്ടും പറഞ്ഞു. ഈ പാടുകൾ കംപ്ലീറ്റ് എല്ലാം പാടുകൾ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ എത്തിയത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ദൈവഭാഗ്യം ഇവിടെ കൊണ്ടെത്തിച്ച് തന്നെ. അതായിരിക്കും ഇത്ര ഹോസ്പിറ്റലിൽ മടങ്ങിയിട്ടും കാരിത്താസിലേക്ക് എത്തിയത്. എൻ്റെ പേര് ജിജോ പീറ്റർ. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ മാള, തൃശ്ശൂർ മാളയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ മോള് ആക്സിഡൻ്റ് ആയിട്ടാണ് ഞങ്ങളുടെ കാരിത്താസിലേക്ക് എത്തിയത്. ഇതെൻ്റെ വൈഫ്. അപ്പോൾ മാളയിൽ വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. മോള് കോളേജിലേക്ക് പോകുന്നത്, അതായത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 7 മണിയല്ലേ പോയത്, 7 മണി കൂടിയാണ് കോളേജിൽ പോയത്. ആ സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. അവിടെ നാട്ടുകാർ വിളിച്ചിട്ട് പറയണത് മോള് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പം മോളും പെങ്ങളുടെ മോനും കൂടി പോകുന്നത്, ഡാൻസ് എന്ന് പറയുന്നത് പെങ്ങളുടെ മോൻ. അപ്പോൾ എന്തോ വരാനിരിക്കുന്ന വഴി തെങ്ങില്ല എന്ന് പറഞ്ഞ പോലെ അന്ന് വേറൊരു സൈക്കിളുകാരൻ റോഡ് ക്രോസ് ചെയ്ത്. അതെങ്ങനെയാണ് മോനെ? അത് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്കിള് ക്രോസ് ചെയ്തതാ. അപ്പം പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല, നേരെ ചെന്ന് പിടിച്ചു, തെറിച്ച് വീഴാറുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ സ്പോട്ടിൽ എത്തിയില്ല. അവിടെ ചെന്നപ്പോണ്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറഞ്ഞു. നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമുക്ക് ആകെ എന്താ പറയുക, ഈ ഭാഗം മൊത്തം ഈ കാലൊക്കെ നമ്മൾ വെട്ടുകൊത്തിക്കൊണ്ട് വെട്ടില്ലേ എന്ന പോലെ ആകെ ഞളങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് നോക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ മാളയിലൊരു ഹോസ്പിറ്റലാണ് ആദ്യം കൊണ്ടുപോയത്. അതിനുശേഷം ചാലക്കുടിയിൽ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ സർജറിക്ക് 4 ലക്ഷം രൂപ വേണമെന്നാണ് അവിടെ പറഞ്ഞത്. പിന്നെ അതുകൂടാതെ അവിടുത്തെ മറ്റുള്ള ചിലവ് ഇതൊക്കെ കൂടിയിട്ട് മൊത്തം 10 ലക്ഷം രൂപയോളം ആവുമെന്ന് പറഞ്ഞല്ലോ ടോട്ടലി. അപ്പോൾ അത് നമ്മളൊക്കെ ആകെ അന്നത്തെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മൈൻഡിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. കാരണം മോൾക്ക് എങ്ങനെ പറ്റിയോടി നമ്മുടെ ജീവിതം പകുതി പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എൻ്റെ മൂത്ത മോള് ഫാർമസിയാണ്. അപ്പോൾ അവളും മരുമോനും പറഞ്ഞ് നമുക്ക് ഇവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വൈകിട്ടാണ് കൊണ്ടുവരണത്. ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഫുള്ള് ടെസ്റ്റ് ചെയ്ത അതേ ടെസ്റ്റ് തന്നെ ഇവിടെ ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ ടെസ്റ്റുകളൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ രാവിലെ ഒരു 10 മണിയായി. ആ 10 മണിയായപ്പോൾ എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് എന്നെയും എൻ്റെ കൂടെ ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു, 2 പേരും വിളിച്ചു. അപ്പോൾ പറയാ ഇത് തലകുട്ടി മൊത്തം തകർന്ന് തരിപ്പണായി കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ സ്ക്രൂ ഒക്കെ ഇട്ട് ചെയ്യണം. അതിവിടെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളാകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവിടെയാണ്. കാരണം ഒന്നാമത് നമ്മളിൽ പൈസ ഇല്ല, നമ്മൾ സാധാരണക്കാരാണ്, ഞാൻ കൂലിപ്പണിക്കാരാണ്. അങ്ങനെ അവർ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു, പൈസ ഇല്ലാത്ത. അങ്ങനെയാണ് നമ്മൾ കാരിത്താസിലേക്ക് വരുന്നത്. കാരിത്താസിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ ഇത് കണ്ടപ്പോൾ നമ്മൾ ബില്ല് ഒരുപാട് വരും എന്നുള്ള പേടിയായിരുന്നു. എന്തോരം ബില്ല് വരും എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരു 50,000 രൂപ ഫസ്റ്റ് കെട്ടാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ 50,000 രൂപ തയ്ച്ചില്ല. അങ്ങനെ 20,000 രൂപ കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ 20,000 രൂപ കെട്ടി. 20,000 കെട്ടി മോളെ പിറ്റേ ദിവസമാണ് സർജറിക്ക് വരുന്നത്. സർജറിക്ക് കയറ്റി അന്ന് ബില്ല് കിട്ടിയില്ല. 2ാമത്തെ ദിവസം ഞാൻ വൈഫിനോട് ചോദിച്ചു ബില്ല് എന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയാണെന്നുള്ള ഒരു മനസ്സിൽ ഇല്ലാത്ത ഒരു ഇതാണ്, പൈസ ഇല്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വിളിക്കുന്നവരോടൊക്കെ വിളിച്ചു, പൈസയുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു. അപ്പോൾ കുറച്ചൊരു പൈസ ഒക്കെ സഹായിച്ചിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും സ്കൂളിലും പിന്നെ പെങ്ങള് പുറത്തുണ്ട്, പെങ്ങള് സഹായിച്ചു. പിന്നെ അതുപോലെ മോള് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ പിന്നെ ഇവളെ കോളേജിൽ നിന്നും. അപ്പോൾ നമുക്ക് പൈസ എത്ര ആവുമെന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് സഹായിക്കാന്നുള്ള ഓഫർ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമുക്ക് പൈസ ഒക്കെ തന്നു. എങ്കിലും നമുക്ക് ഇവിടെ എത്ര ആവുമെന്ന് നമുക്ക് കണക്കൂട്ടലുണ്ടായില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് വന്ന് ചോദിക്കേ ബില്ല് എത്രയെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി ബില്ല് കേട്ടപ്പോൾ. അപ്പോൾ അവരെന്താ ചോദിച്ചാൽ എന്നൊക്കെ അറിയണമെന്ന് ചോദിച്ചു. 4 ലക്ഷം രൂപ പറഞ്ഞ ബില്ല് ഇവിടെ നമുക്ക് 1,60,000 സംതിങ് വന്നുള്ളൂ. 1,60,000 രൂപ. അതിന് വലിയൊരു താങ്ക്സ് പറയാൻ PR ജ്യോതിഷ് സാറ് നന്നായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ജ്യോതിഷ് സാറിനെ ശരിക്കും അദ്ദേഹത്തെ നമിക്കണം. അതിൽ കൂടുതൽ നമുക്ക് പറയാനും എൽദോ സാറിനാണ്. ഇവിടെ നമ്മളെ എൽദോ സാർ നമുക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട്, അതായത് അവിടെ ഞങ്ങൾ പോയപ്പോൾ ആ ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നത്
അല്ലേ? ഓപ്പൺ സർജറി ആണല്ലേ? ഓപ്പൺ അതായത് ഇവിടെ മൊത്തം പൊളിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എൽദോ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ പെൺകുട്ടിയല്ലേ, നമുക്കത് അറിയാത്തതിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ പിരിയത്തിൻ്റെ സൈഡിൽ കൂടെ ചെയ്തത്. അപ്പോൾ ഈ പിരിയൻ ഇതൊക്കെ എല്ലാം മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫുള്ള് എല്ലാം മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമായിട്ടാണ് ശരിക്കും നമുക്ക് എൽദോ സാറിനൊക്കെ കാണേണ്ടത്. അതന്നെ ഇത് ഈ കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കേസ് തന്നെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾക്ക് അത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് വന്നില്ല. എന്നാലും പൈസയുടെ കാര്യത്തിൽ നന്നായിട്ടൊരു ഇത് കിട്ടി. ഹോസ്പിറ്റലിൻ്റെ ഇത് പറയുകയാണെങ്കിലും നല്ല സർവീസാണ്. എന്താ പറയുക, വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കും നല്ല ബെറ്റർ ചികിത്സയാണ്. എൽദോ സാറായാലും നല്ല സപ്പോർട്ടീവായിരുന്നു, മോളോട് ഒന്നും പേടിക്കണ്ടെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ മോളെ ചികിത്സിച്ച കൂടെ നടന്ന സിസ്റ്റർമാർ അവരൊക്കെ നല്ല അല്ലേ, നല്ലൊരു ഇതായിരുന്നു. കാരണം വെച്ചാൽ ഒരു രോഗിനോട് നല്ല രീതിയിൽ ഇപ്പോൾ പെരുമാറി കഴിഞ്ഞാൽ ആ രോഗിക്ക് രോഗം കുറയുള്ളൂ, കൂടെ നിൽക്കുന്ന ആളുകൾക്കും ആ ഒരു മനസ്സും കിട്ടുള്ളൂ, രോഗം മാറി എന്നുള്ളത് തോന്നും. ആ ഒരു നിലയാണ് നമുക്കിവിടെ ശരിക്കും കാരിത്താസിലെ ഈ നഴ്സുമാർ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരാൾ പോലും, അതായത് ഇവിടെ റൂമിൽ ക്ലീനിങ്ങിന് വന്ന ചേച്ചി പോലും നല്ലൊരു സ്നേഹത്തോടെ സംസാരിച്ചതും അങ്ങനെ ഒരു വെറുപ്പ് പോലും ഇവിടെ ഈ കാരിത്താസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സ് അറിഞ്ഞ് പറയാനാണ്.